പ്രധാനമായും വരാനിരിക്കുന്ന മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രത്യേകിച്ചും ദേശീയ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും നയങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും പരിപാടികളും കൃത്യതയോടുകൂടി പരിപാലിച്ച സംസ്ഥാനങ്ങൾ അവർക്ക് ദോഷകരമാകുന്ന നിലയിലേക്ക് മണ്ഡലം പുനർനിർണയം വരുമെന്ന ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പഞ്ചാബ്, ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ വിവിധ കക്ഷി നേതാക്കളുടെയും സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് ആ യോഗത്തിൽ നടന്നത്. എല്ലാവരും ഐകകണ്ഠേനയുള്ള ഒരു സമവായത്തിലാണ് എത്തിച്ചേർന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച പദ്ധതികളും പരിപാടികളും ദേശീയ പരിപാടികളും അതിൽ നാഷണൽ പോപ്പുലേഷൻ പോളിസി പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും കൃത്യതയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, ഒഡീഷ, ബംഗാൾ, അതുപോലെ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ 2026 ശേഷമുള്ള സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം വരുന്നതെന്നുണ്ടെങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയാനുള്ള സാധ്യതയാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ച ദേശീയ പരിപാടികൾ പ്രാവർത്തികമാക്കിയ സംസ്ഥാനങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് ഇന്ന് യോഗത്തിൽ എല്ലാവരും സ്വീകരിച്ചത്. ഇതിനു മുമ്പ് ഡീലിമിറ്റേഷൻ നടന്നിട്ടുള്ള വർഷങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ 1952 ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ 1971 ഏറ്റവും ഒടുവിലത്തെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിച്ചത്. പിന്നീട് 2000 ആണ്ടിലാണ് അത് പുനർനിർണയിക്കപ്പെട്ടത്. ആ 2000 ആണ്ടിൽ പുനർനിർണയിക്കപ്പെട്ടതനുസരിച്ചാണെങ്കിൽ 2020 നടത്തേണ്ടതായിരുന്നു. അതിപ്പോൾ 2020 സെൻസസ് 26 മാറ്റിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ 2026 ശേഷം നടക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം പുനർനിർണയം, ലോക്സഭാ മണ്ഡലം പുനർനിർണയം നടത്തുന്നതെങ്കിൽ കേരളത്തിന് ഏതാണ്ട് 8 സീറ്റുകളുടെ കുറവ് വരുമെന്നുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇന്ന് ഉപമുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ മകൻ കൂടിയായിട്ടുള്ള ഉപമുഖ്യമന്ത്രി വിഷ്വൽ പ്രസൻറ്റേഷനിലൂടെ ഇന്ന് ആ യോഗത്തിൽ അവതരിപ്പിച്ചത്. അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ ബീഹാർ, രാജസ്ഥാൻ, UP തുടങ്ങിയിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗണ്യമായ തോതിൽ സീറ്റ് വർധന ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പോപ്പുലേഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനസംഖ്യാടിസ്ഥാനമാക്കി മണ്ഡലം പുനർനിർണയം നടത്താൻ കഴിയില്ല. അത് സാമൂഹ്യമായ സാമാന്യമായ നീതിയുടെ ലംഘനമായി മാറും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ കുറയുമെന്നുള്ളത് കൊണ്ട് തന്നെ എടുത്ത ഒരു പൊതു തീരുമാനമെന്ന് പറയുന്നത് 2000 ആണ്ടിലും 1973 ശേഷം മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഫ്രീസ് ചെയ്തു അല്ലെങ്കിൽ മരവിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ 2026 മുതൽ 2056 വരെയുള്ള കാലയളവിലും ആ തരത്തിലുള്ള ഫ്രീസിംഗ് ആണ് ആവശ്യമെന്ന പൊതു സമവായമാണ്, പൊതു തീരുമാനമാണ് സത്യത്തിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തൽക്കാലം നിലവിലുള്ള ജനസംഖ്യ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളെ നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനത്തിനകത്ത് ആവശ്യമായിട്ടുള്ള ഡീലിമിറ്റേഷൻസ് നടത്തണമെന്നുള്ള പൊതു നിർദ്ദേശമാണ് വന്നത്. ആ നിർദ്ദേശം ഐകകണ്ഠേന അംഗീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പാർലമെൻ്ററി സമിതി, പാർലമെൻ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു പാർലമെൻ്ററി സമിതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പാർലമെൻ്റ് അംഗങ്ങൾ അവരുടെ പേര് നിശ്ചയിക്കുന്ന പാർലമെൻ്റ് അംഗങ്ങളുടെ പ്രത്യേകമായിട്ടുള്ളൊരു സമിതി ഉണ്ടാകും. ജോയിൻറ്റ് ആക്ഷൻ കൗൺസിൽ എന്നായിരിക്കും ഈ കൗൺസിലിൻ്റെ പേര്. അതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാന നിയമസഭകളും ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് അയക്കണമെന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. അതുപോലെ തുടർ പ്രവർത്തനങ്ങളും തുടർ പരിപാടികളും ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടൊരു കോർ കമ്മിറ്റിയും ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നുണ്ട്.
തുടർ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ന് പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത മീറ്റിംഗ് ഹൈദരാബാദിൽ വെച്ച് ചേരാനാണ് ഇപ്പോൾ കേവലം ഒരു ആലോചനയിലുള്ളത്. അതുകൊണ്ട് ഇതൊരു തുടർ ക്യാമ്പയിനായി മണ്ഡലം പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ജനസംഖ്യ മാത്രം ഒരു ഘടകമായി പരിഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് സംസ്ഥാനത്തിനകത്തുള്ള ഡീലിമിറ്റേഷൻ മാത്രമായി പരിമിതപ്പെടുത്തണം എന്നുള്ള പൊതു നിർദ്ദേശമാണ്, പൊതു റെസൊല്യൂഷനാണ് ഐകകണ്ഠേന ഇന്നത്തെ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. എം പി, ഇതൊരു നോർത്ത് വെസ്റ്റ് സൗത്ത് എന്നുള്ളൊരു രീതിയിലേക്ക് ഭയങ്കരമായിട്ട് BJP ഇതിനെ വക്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു രാജ്യത്തിനകത്ത് തന്നെയുള്ള രണ്ട് പ്രദേശങ്ങളുടെ പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ വിഭജിച്ചുകൊണ്ടുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇത് തെക്കേ ഇന്ത്യയെന്നോ വടക്കേ ഇന്ത്യയോ എന്നുള്ളൊരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പഞ്ചാബ് സംസ്ഥാനം, ഒഡീഷ സംസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഹരിയാനയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾ അടക്കമുള്ളവർക്ക്, കാരണം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ, 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 12ആയി ചുരുങ്ങുക, അതുപോലെ തന്നെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഗണ്യമായ നിലയിൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ലോക്സഭയിൽ കുറയുന്നത്. രാഷ്ട്രീയവും നയപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിയമനിർമ്മാണ സഭയായിട്ടുള്ള ലോക്സഭയിൽ ജനപ്രാതിനിധ്യം അനുസരിച്ചുള്ള ലോക്സഭയിലുള്ള പ്രാതിനിധ്യം കുറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഫെഡറൽ ജനാധിപത്യാവകാശങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന നയമാണ്, നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് മണ്ഡലം പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ മേൽ നിയമനിർമ്മാണം നടത്തുന്ന കാര്യത്തിലായാലും നിരവധി കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങൾ പരിമിതപ്പെടുത്തി എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കുന്ന ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയുടെ വ്യക്തമായ ലംഘനമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തു വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മണ്ഡലം പുനർനിർണയത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അല്ലാതെ സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്നോ ഈസ്റ്റ് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇന്ത്യ എന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. ഇത് രാജ്യത്തിൻ്റെ പൊതു നയത്തിൻ്റെ ഭാഗമായി, ഫെഡറൽ ജനാധിപത്യ നയത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ടുന്ന യുക്തിസഹമായ പരിപാടികളെ സംബന്ധിച്ച് മാത്രമാണ് പൊതുവായി ഇന്ന് യോഗം ചർച്ച ചെയ്തതും അതിലുണ്ടായ സമവായമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിലവിലുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എണ്ണം ഫ്രീസ് ചെയ്തുകൊണ്ട്, ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫ്രീസ് ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. ഒരു കാരണവശാലും കേന്ദ്രം നിർദ്ദേശിച്ച നയവും പരിപാടിയും നടപ്പാക്കിയതിൻ്റെ പേരിൽ ആ നടപ്പാക്കിയ വികസിത സംസ്ഥാനങ്ങൾ അതിൻ്റെ പേരിൽ പിഴ മൂളാൻ പാടില്ല, ശിക്ഷ വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവായി ഉരുത്തിരിഞ്ഞു വന്ന സമവായം, നയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രമേയം ഐകകണ്ഠേന ഇന്ന് ജോയിൻറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ കമ്മിറ്റിയുടെ പ്രഥമ യോഗം ഇന്ന് കൈക്കൊണ്ടത്.